വരുന്ന ആഴ്ചയിൽ മാർക്കറ്റ് നിങ്ങളെ റിവാർഡ് ചെയ്യുമോ അല്ലെങ്കിൽ പണിഷ് ചെയ്യുമോ? ഫെബ്രുവരി 23 തുടങ്ങുന്ന ആഴ്ചയിൽ മാർക്കറ്റ് ഒരു ബാറ്റിൽ ഫീൽഡ് ആണ്. കോർപ്പറേറ്റീവ് ഇവന്റ്സ് ആണ് വലിയ പ്രൈസ് മൂവ്സിന് കാരണമാകാൻ പോകുന്നത്. വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകളിലേക്ക് കണ്ണെത്തിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഡേറ്റയുടെ പിൻബലമുള്ള ഒരു പ്ലാൻ ഞാൻ നിങ്ങൾക്കായിട്ട് തരികയാണ്. ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് കറക്റ്റ് എൻട്രി എക്സിറ്റ് ലെവലുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾ വെറുതെ ഗസ് ചെയ്യുകയല്ല, ക്ലിയർ ആയിട്ടുള്ള ഡേറ്റയുടെ ഒരു പിൻബലത്തോടെ ഒരു വലിയ മൂവിനുള്ള പ്ലാൻ സെറ്റ് ചെയ്യുകയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. വലിയൊരു സെൽ ഓഫിന് ശേഷം നിഫ്റ്റി അതിന്റെ വിന്നിംഗ് സ്ട്രീക്ക് നിർത്തി താഴേക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറഞ്ഞത്, പക്ഷേ ആരുടെയും ടെൻഷൻ കുറച്ചില്ല. പക്ഷേ ഒരു ബിഗ് പിക്ചറിൽ നോക്കിയാൽ മാർക്കറ്റ് അതിന്റെ റീസെന്റ് ഹൈ ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈക്ക് അടുത്താണ് ഈ ഒരു കൺസോൾഡേഷൻ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് ഫിനാൻഷ്യൽ സെക്ടറിന്റെ അണ്ടർലൈങ് സ്ട്രെങ്ത് ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നാണ്. ഈ വരുന്ന ആഴ്ചയിലെ മെയിൻ ട്രിഗർ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ബേസിക്കലി ഇത് ഡിവിഡൻഡ് സീസണിലെ ഒരു പീക്ക് ടൈം തന്നെയാണ്. കൂടാതെ ഒരുപാട് വലിയ കമ്പനികളുടെ ബോർഡ് മീറ്റിംഗുകളും ഏർണിംഗ്സ് റിസൾട്ടുകളും കലണ്ടറിലുണ്ട്. ഇത് നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയല്ല, മറിച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായിട്ട് റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ഡാറ്റ അനുസരിച്ച് ഒരു വലിയ മൂവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയ 5 സ്റ്റോക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നിനും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. ഇവ ഓരോന്നും ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പുകളാണ്. പക്ഷേ പ്ലാൻ ഇല്ലാതെ എൻ്റർ ചെയ്താൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകാനും സാധ്യതയുണ്ട്. അതിനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എന്നിവ ക്ലിയർ ആകാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ഒരു ഡിവിഡൻഡ് പ്ലേ സ്റ്റോക്കിലേക്ക് കിടക്കാം. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് നമ്മുടെ റഡാറിലെ ആദ്യത്തെ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമ്മുടെ ലിസ്റ്റിൽ വരാൻ ഒരു കാരണമുണ്ട്. 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ച ഒരു സെക്കൻഡ് ഇൻട്രീം ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നതിനായിട്ട് അതിന്റെ ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. കമ്പനി ഓൾറെഡി മാർച്ച് 6 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കാണ് പേയ്മെന്റ് കിട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വലിയ ബെനിഫിറ്റ് ആകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ കാര്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിവിഡൻഡ് സീസൺ പീക്ക് ടൈമിലാണ്. അതുകൊണ്ട് തന്നെ PSU സ്റ്റോക്സുകൾ വോളറ്റാലിറ്റിയിൽ സേഫ് ബെറ്റ് ആകാറുണ്ട്. ആ ഡിവിഡൻഡ് ഒരു നല്ല സപ്പോർട്ട് കൊടുക്കുകയും സ്റ്റഡി ഇൻകം നോക്കുകയും ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ അതിൽ കൂടുതലുണ്ട്. ഡിസംബർ ക്വാർട്ടറിലെ ഒരു ഉഗ്രൻ പെർഫോമൻസിന് ശേഷമാണ് ഈ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ഇയാളുടെ Q3 നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ 200% കൂടി, റവന്യൂ ഏകദേശം 60% വർദ്ധിക്കുകയും ചെയ്തു. ഇത് കാശ് കൊടുക്കുന്ന ഒരു കമ്പനി മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഉള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണ് എന്നുള്ളതിലേക്ക് വരാം. സ്റ്റോക്ക് 215 ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ജമ്പ് ചെയ്യുന്നില്ല. ഒരു ടെക്നിക്കൽ ട്രിഗറിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 220 മുതൽ 225 വരെയുള്ള ആ ഒരു സോണിന് മുകളിൽ നല്ലൊരു വോളിയത്തോടു കൂടി ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ ഒരു എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഡിവിഡൻഡ് ന്യൂസിന് മുൻപ് ബയേഴ്സ് കൺട്രോൾ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് 240 മുതൽ 250 വരെയുള്ള ആ ഒരു റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ആ റിസ്ക് മാനേജ്മെന്റ് ആണ്. സ്റ്റോക്കിന് മൊമെന്റം നഷ്ടപ്പെടുകയും 200 താഴേക്ക് പോവുകയും ചെയ്താൽ നമ്മൾ എക്സിറ്റ് ആവും. ഏതെങ്കിലും മോശം ന്യൂസ് വന്നാൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആ ഒരു ചാർട്ട്. നമ്മുടെ പ്ലാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻട്രി പോയിന്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ കൂടി നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇനി നമ്മളുടെ രണ്ടാമത്തെ സ്റ്റോക്ക് PVP വെഞ്ചർ ലിമിറ്റഡ്. ഹൈ വോളറ്റാലിറ്റി സെറ്റപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് തരുന്ന ഒരു PSUവിൽ നിന്ന് ഒരു മൈക്രോ ക്യാപ്പ് റിയാലിറ്റി കമ്പനിയിലേക്കാണ് മാറുന്നത്. അതിനർത്ഥം റിസ്ക്കും വോളറ്റാലിറ്റിയും വളരെ കൂടുതലാണ് എന്നാണ്. കമ്പനിയുടെ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ റിസൾട്ട്സിനോട് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ട്രിഗർ. 2026 ഫെബ്രുവരി 12 നടത്താൻ നിശ്ചയിച്ചിരുന്ന PVP വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ ബോർഡ് മീറ്റിംഗ് ഫെബ്രുവരി 23 മാറ്റിവെച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 2025 ഡിസംബർ 31 അവസാനിച്ച പാദത്തിലെ ഓഡിറ്റ് ചെയ്യാത്ത സ്റ്റാൻഡ് അലോൺ കൺസോൾട്ടേറ്റഡ് സാമ്പത്തിക ഫലങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്ന ആ യോഗത്തിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ വലിയൊരു ജമ്പ് കാണിച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ കുറയുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് സ്റ്റോക്സിനെ ഒരു സ്പ്രിംഗ് പോലെ പ്രസ് ചെയ്ത് വെക്കും. മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് പുഷ് ചെയ്യുന്നത് തീരുമാനിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ഡേറ്റ ഡ്രിവൺ പ്ലാൻ വരുന്നത്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് എല്ലാം ഇഗ്നോർ ചെയ്ത് പ്രൈസ് ആക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് വെയിറ്റ് ചെയ്യും. 30-31 എന്നൊരു ട്രേഡ് റേഞ്ചിൽ സ്റ്റോക്ക് അങ്ങനെ സ്റ്റക്ക് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ട് നല്ല സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ആയിരിക്കും. നല്ല വോളിയത്തോടെ 32 മുതൽ 35 വരെയുള്ള റേഞ്ചിന് മുകളിലേക്ക് ക്ലിയർ ആയിട്ട് കടന്നാൽ എൻട്രിക്ക് വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം.
പറയാവുന്നതാണ്. സ്ട്രാറ്റജി ഏർണിംഗ് ന്യൂസ് ബയേഴ്സ് ഡൈജസ്റ്റ് ചെയ്തു, ഇനി മുന്നോട്ട് പോകാൻ റെഡിയായി എന്ന് ഇതൊരു സിഗ്നൽ തരും. ഇതൊരു ഹൈ റിസ്ക് മൈക്രോ ക്യാപ്പ് ആയതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വളരെയേറെ നിർബന്ധമാണ്. ഈ ഒരു മൊമെന്റം ട്രേഡിന്റെ ടാർഗറ്റ് 38 മുതൽ 42 വരെയുള്ള ഒരു സോണിലായിരിക്കും. പ്രൈസ് 28-ൽ താഴെ പോയാൽ നമ്മൾ ലോസ് കട്ട് ചെയ്ത് പിന്മാറുകയും ചെയ്യും. പെട്ടെന്നുള്ള ഒരു മൂവ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിന് പറ്റിയ ഒരു ട്രേഡിംഗ് ഓപ്ഷൻ ആണ്. മാർക്കറ്റിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ബ്രേക്ക്ഔട്ട് എക്സ്പ്ലോസീവ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു എക്സ്പ്ലോസീവ് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. PVP വെഞ്ചർ ലിമിറ്റഡിന്റെ ഒരു ചാർട്ടാണിത്. ചാർട്ടിൽ നമ്മളുടെ ആ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റുകൾ അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ സ്ട്രാറ്റജിക് നോ നോൺസെൻസ് മാർക്കറ്റ് അപ്രോച്ച് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇത് നിങ്ങളുടെ ഒരു ചെറിയ ക്ലിക്ക് മാത്രമാണ്, പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയൊരു ഫീഡ്ബാക്ക് ആണ്. ഇതുപോലെയുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റുകളായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് പോവാം. BF യൂട്ടിലിറ്റീസ് ലിമിറ്റഡ് നമ്മുടെ വാച്ച് ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്കാണ്. കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു കീ പ്ലെയർ ആണ്. ഇൻഫ്രാ സ്പെൻഡിംഗ് തീം വളരെ സ്ട്രോങ് ആണ്. ഫെബ്രുവരി 23 റിസൾട്ടിനെ പറ്റിയുള്ള ചില സംസാരങ്ങൾ ഉണ്ടായെങ്കിലും കൺഫേംഡ് ഡേറ്റ് ഫെബ്രുവരി 13 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏർണിംഗ്സ് അനൗൺസ്മെന്റിന് ശേഷമുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പുതിയ പ്രോജക്ടുകൾ, പുതിയ ഗവൺമെന്റ് ഫണ്ടിംഗ് അല്ലെങ്കിൽ വലിയ ഓർഡറുകൾ കിട്ടുന്നത് പോലെയുള്ള ഏത് ന്യൂസും ഇതുപോലെയുള്ള സ്റ്റോക്കുകളെ ഫ്യൂൽ ചെയ്തേക്കാം. അപ്പൊ നമുക്കൊരു ടെക്നിക്കൽ ലെവൽസ് ആണ് ഇവിടെയെല്ലാം. സ്റ്റോക്കിനൊരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കി 520 മുതൽ 540 വരെയുള്ള പ്രൈസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഏരിയയ്ക്ക് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക്ഔട്ട് കോസ്റ്റ് സംബന്ധമായിട്ടുള്ള ആശങ്കകളെക്കാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറിയിലാണ് മാർക്കറ്റ് ബെറ്റ് ചെയ്യുന്നതെന്നും ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മുടെ അപ്പർ ടാർഗറ്റുകൾ 580 ആയും മൊമെന്റം വളരെ സ്ട്രോങ് ആണെങ്കിൽ 620 ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ റിസ്ക് കൺട്രോൾ നമ്മൾ 490-ൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ കഴിയും. ആ ഒരു ലെവലിന് താഴെയുള്ള ഒരു ബ്രേക്ക് ബിയേഴ്സ് കൺട്രോൾ ഏറ്റെടുക്കുന്നു എന്നതിന്റെയും മാറി നിൽക്കേണ്ട സമയമായി എന്നതിന്റെയും സിഗ്നൽ ആയിട്ട് നമ്മൾ കണക്കാക്കണം. തീർച്ചയായിട്ടും ഈ ചാർട്ടിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ചാർട്ടിൽ നമ്മൾ ഈ ഒരു ലെവൽസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് KSB ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ റിക്കവറി പ്ലേ. നമ്മുടെ നാലാമത്തെ ടാർഗറ്റ് KSB ലിമിറ്റഡ് ആണ്. പമ്പ് വാൽവ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന പ്ലെയർ ആണിത്. ബോർഡ് 2026 ഫെബ്രുവരി 25 ബുധനാഴ്ച ഓഡിറ്റഡ് ഫിനാൻഷ്യൽ റിവ്യൂ ചെയ്യാനും ഫൈനൽ ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്യുന്നതിനുമായിട്ട് പരിഗണിക്കും. അപ്പൊ ഈ ഒരു ഡബിൾ ട്രിഗർ ഏർണിംഗും ഒരു പൊട്ടൻഷ്യൽ ഡിവിഡൻഡും നമ്മുടെ വാച്ച് ലിസ്റ്റിലെ ഒരു കീ കാൻഡിഡേറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ മാറ്റാൻ സാധ്യതയുണ്ട്. ഫണ്ടമെന്റലി എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഒരു റിക്കവറിയിൽ നിന്ന് ബെനിഫിറ്റ് നേടാൻ KSB നല്ലൊരു പൊസിഷനിലാണുള്ളത്. കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. കൂടാതെ സ്ട്രോങ് പ്രോഫിറ്റ് ഗ്രോത്തിന്റെയും നല്ല ഡിവിഡൻഡ് പേ ഔട്ടിന്റെയും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഓടുന്ന ഒരു ബിസിനസിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് കൂടുന്ന ഓർഡർ ബുക്കുകളുടെയും മികച്ച മാർജിനുകളുടെയും സൂചനകൾക്കായിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻഡസ്ട്രിയൽ റിക്കവറി സ്റ്റോറിയെ കൺഫേം ചെയ്യുകയും ഏർണിംഗ്സിൽ ഒരു നല്ല സർപ്രൈസോ അതുപോലെ തന്നെ ജനറസ് ഡിവിഡൻഡോ ഈ ഒരു സ്റ്റോക്കിനെ ശരിക്കും മുകളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇത് നമ്മളുടെ ഗെയിം പ്ലാനിലേക്ക് എത്തിക്കുകയാണ്. സ്റ്റോക്ക് ഓൾറെഡി കുറച്ച് വലിയ മൂവ്സ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രിയെ കുറിച്ച് നമുക്ക് സ്മാർട്ട് ആയിരിക്കണം. 730 ലെവലിന് മുകളിൽ ഒരു കൺഫേംഡ് ബ്രേക്ക്ഔട്ടിൽ നമ്മൾ ഒരു എൻട്രിക്ക് ആയിട്ട് വാച്ച് ചെയ്യുകയാണ്. ആ ഒരു ബ്രേക്ക്ഔട്ട് ഹോൾഡ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റുകൾ 760-ലും ഹയർ ലെവലിൽ 800-ലുമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ 703-ൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് കാരണമോ അല്ലെങ്കിൽ ഒരു മോശം മാർക്കറ്റ് ദിവസം കാരണമോ സ്റ്റോക്ക് അതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ഈ പൊസിഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാൻ കഴിയും. ഗുഡ് റിസൾട്ട് വന്നാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് വളരെ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത്. തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ട് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ഈ ഒരു ഏരിയകളിൽ എൻട്രിയും എക്സിറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസുകളും ഫിക്സ് ചെയ്യാം. നല്ലൊരു മൂവ്മെന്റിന് സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മുടെ അവസാനത്തെ സ്റ്റോക്കിനായിട്ട് നമ്മളൊന്ന് ഗിയർ മാറ്റുകയാണ്. ഒരു പ്രത്യേക കോർപ്പറേറ്റ് ഇവന്റിന് പകരം നമ്മൾ പ്യുവർ സെക്ടർ സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റം പ്ലേ ആണ് നോക്കുന്നത്. സ്റ്റോക്ക് ഇൻഡസൻഡ് ബാങ്ക് ആണ്. ഇവിടുത്തെ ഒരു ട്രിഗർ ഏർണിംഗ്സ് അല്ല, മറിച്ച് മൊത്തം ബാങ്കിങ് സെക്ടറിന്റെ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ്. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് കുതിച്ചുയരുന്ന സാഹചര്യത്തിലൂടെയാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു കഴിഞ്ഞ സീസണിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈയിൽ എത്തുകയും നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുകയും ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിലും ഈ ഒരു സെക്ടറിലെ ലീഡേഴ്സിന് നല്ല വോളിയവും പ്രൈസ് മൂവ്മെന്റ്സും കാണിക്കാൻ കഴിയും. ഇത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ്സും റീസെന്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസും കാരണം ഇൻഡസൻഡ് ബാങ്ക് ഒരുപാട് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസിക് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ആയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് വരികയാണ്. ഇതൊരു ബയേഴ്സ് സൈലന്റ് ആയിട്ട് സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 930-932 സോണിൽ ഒരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മൾ സെക്ടറിന്റെ മൊത്തം മൊമെന്റം നമ്മുടെ ഗൈഡ് ആക്കി മാറ്റുകയാണ്. ശ്രദ്ധിക്കേണ്ട കീ എൻട്രി ലെവൽ 960-ന് മുകളിലുള്ള ഒരു ബ്രേക്ക് ആണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് തുടരുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ അടുത്ത ലെഗ് അപ്പിന് തുടക്കമിടും. ഈ ഒരു ബ്രേക്ക്ഔട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഹയർ ടാർഗറ്റുകൾ 1030 അല്ലെങ്കിൽ 1080 ഒക്കെയാണ്. ബാങ്കിങ് റാലി സ്റ്റോൾ ആയിപ്പോയേക്കാം എന്നാണ് ഇതിലെ റിസ്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സിറ്റ് പ്ലാൻ വേണ്ടത് 915-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ഒരു ബ്രേക്ക് ബുള്ളിഷ് മൊമെന്റം ഫേഡ് ആകുന്നതിന്റെയും എക്സിറ്റ് ചെയ്യാനുള്ള സമയമായി എന്നുള്ളതിന്റെയും ഒരു അടയാളമാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് അടുത്ത് തന്നെയാണുള്ളത്. സെക്ടർ സ്ട്രെങ്ത് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു നല്ല സ്റ്റോറിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല ഒരു സ്റ്റോക്ക് സെലക്ഷൻ ആയിട്ട് ഇതിനെ കാണാൻ കഴിയുന്നു. അടുത്തായിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. 5 സ്റ്റോക്കുകൾ, അടുത്ത ആഴ്ചയിലേക്കുള്ള 5 റിഫൈൻഡ് ഗെയിം പ്ലാനുകൾ. ഡിവിഡന്റ് കാറ്റലിസ്റ്റ് ഉള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ, PVP വെഞ്ചേഴ്സിലെ ഹൈ റിസ്ക് സെറ്റപ്പ്, BF യൂട്ടിലിറ്റീസും KSBയുമായിട്ട് എക്കണോമിക് റിക്കവറിയിലെ 2 പ്ലേകൾ, പിന്നെ സെക്ടർ ലീഡർ ആയിട്ടുള്ള ഇൻഡസൻഡ് ബാങ്കിന്റെ മൊമെന്റം പ്ലേ. ഇവയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു പ്രഡിക്ഷൻ അല്ല, ഇതൊരു പ്രിപ്പറേഷൻ ആണ്. ഈ വാച്ച് ലിസ്റ്റ് ഒരു മാപ്പായിട്ട് നിങ്ങൾ ഓർക്കുക. എപ്പോഴും സ്വന്തമായിട്ട് നല്ല രീതിയിലുള്ള റിസർച്ച് ചെയ്യുക. നല്ല അനാലിസിസ് ഒരു ഫൈനൽ വേർഡ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യുക. ഒരു ക്ലിയർ എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാതെ ഒരിക്കലും ട്രേഡിൽ എൻട്രി ചെയ്യരുത്. അങ്ങനെ നിങ്ങൾക്ക് വോളറ്റാലിറ്റിയെ സർവൈവ് ചെയ്ത് ലോങ് ടൈമിൽ ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇത് കൂടാതെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈ ആഴ്ച നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ളത് കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ ഈ ഗെയിം പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീക്ക്ലി ബ്രീഫിംഗ് നിങ്ങൾക്ക് മിസ്സാവില്ല. സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. ബൈ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.